കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഈ രാവിലെ വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് സംഗമിപ്പാനും ഒരുമിച്ച് അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥന കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ ദേവദാസിമാരെ മാറി മാറി ലീഡ് ചെയ്യുവാനിടയാത്തിരുന്നു. ഞാൻ മിഷൻ ട്രിപ്പിലായിരുന്നല്ലോ. വളരെ അനുഗ്രഹപ്രദമായിട്ട് പരിശുദ്ധാത്മാവ് ദേശങ്ങളിൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയാത്തിരുന്നു. കൃത്യമായ ദൈവിക സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ ചലനങ്ങളും ദൈവാത്മാവ് അവിടെ കാണുവാനിടയാത്തിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ വേഗതയിൽ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, നമുക്ക് ഈ ആഴ്ച വന്നാൽ നമുക്ക് രാവിലെ നമുക്ക് കർത്താവിൻ്റെ മേശ ഈ പ്രാർത്ഥനാ സെക്ഷനിൽ ക്രമീകരിക്കാമെന്ന്. പക്ഷേ ഞാൻ വന്ന ശേഷം വളരെ ശാരീരികമായിട്ട് ക്ഷീണത്തിലാണ് വന്നത്. ലിൻഡോ പാസ്റ്റർ പ്രത്യേകിച്ച് എന്നെ ഒന്ന് ഒഴിയാനിടയാത്തുന്നു. അതോടെ എനിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പം അതുകൊണ്ട് ഇന്നലെയൊക്കെ ഞാനൊന്ന് വിശ്രമിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണം, ശരീരത്തിന് തളർച്ച ഉണ്ടാകുന്നു. വേറെ രോഗങ്ങളൊന്നുമല്ല, ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നു ബോഡിയിൽ. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. നമുക്ക് വീണ്ടും ഇന്ന് രാവിലെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമുക്കത് പുറകിൽ ഞാൻ അനൗൺസ് ചെയ്യാം ഗ്രൂപ്പിനകത്ത്. അത് തുടങ്ങിയാൽ നമുക്കത് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ട് പോകണമല്ലോ. അത് പുറകിൽ ഞാൻ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ ഹോളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യൂട്യൂബ് ഓൺ ചെയ്തപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക്, ഗൾഫ് കൺട്രികളിലേക്ക് വ്യാപരിച്ചതായിട്ട് ന്യൂസ് കേൾപ്പാനിടയാത്തിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനകത്തേക്ക് അമേരിക്കയ്ക്ക് പ്രവേശിക്കേണ്ടി വന്നു. അമേരിക്ക പ്രവേശിച്ചപ്പോഴുണ്ടായ പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ അനേക സൈനിക താവളങ്ങൾ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇറാഖുമായിട്ട് ഇറാൻ യുദ്ധം നടന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്ന് ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന് അന്ന് സൈനിക താവളങ്ങളായിട്ട് അമേരിക്ക ഈ പല സ്ഥലങ്ങളിൽ, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ അമേരിക്ക അന്ന് ഉണ്ടാക്കാനിടയായിരുന്നു. പല രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇറാന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് ഈ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ അവിടെ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ സഹോദര രാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തികളെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ദൈവമക്കൾ പലരവിടെയുണ്ട്. അതുകൊണ്ട് ആളുകൾ ഭയങ്കര പരിഭ്രാന്തിയിലാണ്. നമ്മുടെ ആകാശയാത്രകളെല്ലാം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സഹോദരി സർവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടമാനം യാത്ര ചെയ്യുന്നവരാണ്. പല രാജ്യങ്ങളുടെയും വ്യോമഗതാഗതം അടച്ചിരിക്കുകയാണ്. നമുക്കിന്ന് രാവിലെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കകത്ത് പങ്കാളികളാകണം കേട്ടോ. നിങ്ങൾ ഇത്രയും രാവിലെ ഇത്രയും പേര് വന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത്. ഇതിനകത്ത് പല രാജ്യങ്ങളും ആദ്യകാലത്ത്, അതിൽ കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവിൻ്റെ മരണടക്ക പുനരുത്ഥാനത്തിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിനകത്ത് പല രാജ്യങ്ങളും സുവിശേഷീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെയാണ് ഈ നമ്മുടെ തോമസ് ലീഗയ്ക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണം ഈ വഴിക്കും കൂടി വന്നതാണ്. ഇതിനകത്ത് പല രാജ്യങ്ങളും ആ കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തു രാജ്യങ്ങളായിരുന്നു. നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ, ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കേണ്ടി വരില്ല. അപ്പം ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇതിനകത്തുള്ള പല രാജ്യങ്ങളും കർത്താവിലേക്ക് ആഴമായി തിരിഞ്ഞു. കാരണം അന്ന് യഹൂദ കോളനികളായിരുന്നു പല രാജ്യങ്ങളും, യഹൂദന്മാർ. അപ്പം അങ്ങനെ തോമസ് ലീഗ ഈ ഗൾഫ് രാജ്യങ്ങളിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതിനകത്തൊരു യാത്രാ ശൃംഖലയ്ക്കുണ്ട്. പക്ഷെ ഞാനിന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത്, ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ വരവിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒരു ചേരിതിരിവിലേക്ക് വന്നിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനുമായിട്ട് യുദ്ധം ആരംഭിച്ചു. ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നു.
ഇസ്രായേലിൻ്റെ കൂടെ ബ്രിട്ടൻ, അതുപോലെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഒരു ഭാഗത്ത് അണിചേരും. മറുഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇവർ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇങ്ങേ ഭാഗത്ത് ഇറാൻ്റെ കൂടെ റഷ്യ, അതുപോലെ ചൈന, ദക്ഷിണ കൊറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇങ്ങേ ഭാഗത്ത് അണിചേരുകയും ഇതിനകത്തൊരു ചേരിതിരിവുണ്ടായി വരും. ലോകരാജ്യങ്ങൾ രണ്ട് മേഖലകളായിട്ട് തിരിയും. ഇത് നമ്മുടെ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയെ വല്ലാതെ ബാധിക്കും. ഇത് ഭയങ്കര പ്രയാസത്തിലേക്കാണ് ഈ പോകുന്നത്. കാരണം ഇത് നമ്മുടെ സമ്പദ്ഘടനയെ മുഴുവൻ ബാധിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, ഒരു ചെറിയ ഈ കുവൈറ്റ് കാണാമല്ലോ, ഞാൻ ഈ കാണിക്കുന്ന പ്രദേശം കാണാമല്ലോ, ഈ കുവൈറ്റ്, അതുപോലെ ഈ കാണുന്ന ദോഹ, ഖത്തർ, മനാമ, ഈ ഒരൊറ്റ കടലിടുക്കി കൂടെയാണ് ലോകത്തിലുള്ള ഏകദേശം 20% എണ്ണ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ കടന്നു പോകുന്നത്. അപ്പം ഇവിടെ ഈ കപ്പലെടുക്കുക ഇറാൻ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യും എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇത് ലോകവ്യാപകമായി സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ ബാധിക്കാൻ പോവുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കണ്ടമാനം സഹോദരിമാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ ഈ മേഖലയിലൊക്കെ ഉണ്ട്. കുവൈറ്റിൽ, മനാമയിൽ, ദോഹയിൽ, ഖത്തറിൽ, അബുദാബി, UAE ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ നമ്മുടെ മസ്കറ്റ്, ഒമാൻ്റെ ക്യാപിറ്റൽ മസ്കറ്റ്, ഇങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വരവിന് മുമ്പ് ഇനി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ യുദ്ധത്തിന് അവിടെ നടക്കുന്ന യുദ്ധങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പം തന്നെ എന്താണ് നമുക്ക് ഇതിനകത്തുള്ള പ്രാർത്ഥനയ്ക്ക് അടുത്തുള്ള ഒരു ആർജവം, വീര്യമെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ഇത് സാമ്പത്തിക തലത്തെ ബാധിക്കുന്നു, രണ്ടാമത് യുദ്ധം രൂക്ഷമാകുന്നതോടുകൂടി നമ്മുടെ ആളുകൾ അവിടെ പരിഭ്രാന്തരാകുന്നു, പറയാൻ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഖത്തർ എയർവേസ്, അതുപോലെ ബഹ്റൈൻ എയർവേസ് അടച്ചൊന്നും എനിക്കറിയില്ല. ഇന്നലെ തന്നെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട പല ഫ്ലൈറ്റുകളും തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ യാത്രകളെല്ലാം ഇനി ദുഷ്കരമാകാൻ പോവുകയാണ് തൽക്കാലത്തേക്കെങ്കിലും. പക്ഷേ ഈ ഭൂപ്രദേശങ്ങളിൽ കർത്താവ് ശക്തിയോടെ ഒരു ഉണർവയക്കും എന്ന് DGS ദിനകരൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ കർത്താവ് ശക്തിയോടെ കഴിഞ്ഞ തലമുറയിൽ ഉപയോഗിച്ച ദൈവദാസൻ താൻ പല പ്രാവശ്യം സ്വർഗമണ്ഡലങ്ങളിലേക്ക് എടുക്കപ്പെട്ടുള്ള മനുഷ്യനാണ്. ശരീരത്താൽ എടുക്കപ്പെട്ടുള്ള മനുഷ്യനാണ്, സ്പിരിറ്റിനാൽ എടുക്കപ്പെട്ടുള്ള മനുഷ്യനാണ്. താൻ ഹെവനിൽ ചെന്നപ്പോൾ ദൈവാത്മാവ്, യഹോവയാം ദൈവം നമ്മുടെ കർത്താവ് തന്നോട് നേരിട്ട് സംസാരിച്ചു. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ത്യകാലത്ത് ശക്തമായൊരു ഉണർവ് ദൈവം അയക്കുമെന്ന്. ഇപ്പോൾ ഈ കാണുന്ന ഗ്രേ യെല്ലോ കളർ, ഈ ഗ്രേ കളറാണ് ഇറാൻ എന്ന് പറയുന്നത്. ഈ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ശക്തമായ ദൈവപ്രവർത്തികൾ ഇറാനിലുള്ള അനേക ദേശങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നപ്പോൾ നമ്മുടെ PG വർഗീസ് സംഘങ്ങളുടെ മകൻ ബ്ലസൻ പാസ്റ്റർ UK കയറിയിട്ടുണ്ടായിരുന്നു. തനിക്ക് അവിടെ ചർച്ചുകളുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ മറന്നു, 300ഓളം ആണെന്ന് എനിക്ക് തോന്നുന്നു ഹൗസ് ചർച്ചുകൾ തന്നുള്ള ബന്ധത്തിലൂടെ ഉണ്ട്. എനിക്ക് എണ്ണം തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ അത്രയധികം സഭകൾ അവിടെ ദൈവാത്മാവിനാൽ അവിടെ ആർജിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭൂപ്രദേശങ്ങളെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ യുദ്ധം മാറാൻ വേണ്ടി മാത്രമല്ല നമ്മളിന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, നമുക്ക് ദൈവാത്മാവിനാൽ അവിടെ ഒരു സമാധാനം ഉണ്ടാകണം. ദൈവാത്മാവിൻ്റെ കൺട്രോൾ, പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾ വരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വിശുദ്ധൻ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ യുദ്ധം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. എന്നാൽ രണ്ടാം സ്റ്റെപ്പ്, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലെ അധികാരമുണ്ട് കേട്ടോ. നമ്മുടെ മേലെ അധികാരമുണ്ട്, ഒരു സ്പിരിച്വൽ അതോറിറ്റി നമ്മുടെ മേലുണ്ട്. യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധങ്ങളുടെ അകത്ത് ഇടപെടാൻ ദൈവം നമുക്കൊരു അധികാരം തന്നിട്ടുണ്ട്. ആ ഡിവൈൻ അതോറിറ്റിയിൽ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ പോർക്കളത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അമാലേക്കിന് നേരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യോശുവയാണ്. പക്ഷേ യുദ്ധത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നവർ പർവ്വതമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മോശയും, കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മോശയും കൂടെ നിൽക്കുന്ന അഹരോനും ഹൂരുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട നാൾ മുതൽ എന്നീ യുദ്ധങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ്റെ വലിയ മഹാപൗരോഹിത്യ പ്രകാരമുള്ള ഒരു അനുഗ്രഹം, മൽക്കീസേദെക്കിന്റെ അനുഗ്രഹം അബ്രഹാമിൻ്റെ മേൽ വന്നതോടുകൂടി അവൻ്റെ കുടുംബത്തിൽ അവൻ അനുഭവിച്ച യുദ്ധങ്ങൾക്കൊരു ശാന്തതയുണ്ടാവുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വരെയുള്ള ചിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, യുദ്ധങ്ങൾക്ക് ഒരു പരിധി വരുന്നത്, ഒരു
സമാപനം വരുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. ഭയങ്കരമായൊരു ഉണർവിൻ്റെ ചലനം വെളിപ്പെടേണ്ട ഭൂപ്രദേശമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത് ദൈവാത്മാവ് യുദ്ധങ്ങളെ ചെയ്യാൻ. നമ്മുടെ എത്ര നാം പ്രാർത്ഥിച്ചാലും യുദ്ധം ഉണ്ടാകും കേട്ടോ. കർത്താവിൻ്റെ വരവിന് മുമ്പ് ചേരിതിരിവുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും. പക്ഷെ ദൈവഹിതമല്ലാത്ത ഒന്നും ഉണ്ടാകാതിരിക്കണതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്തിരിക്കുന്ന പല ദൈവമക്കളുടെ ഭാഗത്തുള്ളവരാണ്. അവരുടെ സഭകൾ അവിടെയുണ്ട്, അവരുടെ കൂടെയുള്ള കൂട്ടുവിശ്വാസികൾ കണ്ടമാനം പേര് അവിടെയുണ്ട്. അവരെല്ലാം ദൈവിക പ്രൊട്ടക്ഷൻ്റെ അകത്ത് മറയ്ക്കപ്പെടണം. ഒരു വ്യക്തിക്ക് പോലും ഒന്നും സംഭവിക്കരുത്. ഞാൻ നമ്മുടെ ചർച്ചകളുള്ളവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ആളപായങ്ങൾ ഉണ്ടാകരുത്. ഒരു വ്യക്തി പോലും നരകത്തിലേക്ക് പോകരുത്. എല്ലാവരും മേലും കർത്താവിൻ്റെ പ്രത്യേക കരുതലിൻ്റെ കരമുണ്ടായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം നമുക്ക് എല്ലാവരും മേലും ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ മാപ്പ് ഞാനിടാം. ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഭൂപ്രദേശമാണിത്. ഉണർന്നു നമുക്ക് രണ്ടാമത് പ്രാർത്ഥിക്കാം, ഒരു ദൈവിക സംരക്ഷണം ദൈവാത്മാവെല്ലാവരും പകരേണ്ടവനായിട്ട്. ആദ്യം നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഭൂപ്രദേശങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് അടുത്ത ചില മിനിറ്റുകൾ ഈ ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അന്യഭാഷ ദൈവത്തോട് അതിരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മകൃപ തന്നവർ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവിക കണക്ഷൻ ദൈവാത്മ നൽകുന്നവർ ഈ ഭൂപ്രദേശങ്ങളിലേക്ക് നോക്കി സമാധാനം ഉണ്ടാകേണ്ടവന് കൽപ്പിക്കുക. പ്രൗഷവന ചിബത്തരാബിന പ്രൗഷവന ഘടകനം ലജാന രഗട്ടസ്കനാദിന പ്രൗഢവന ഹത്തലാദിനാദനാദന ശംഭ പ്രൗഢവന ഹദുരുബിനി ഘടകന രഗട്ടസ്കനാദിനാദന നമ്മുടെ ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ടമാന സഹോദരന്മാർ അവിടെയുണ്ട്. ഈ രാജ്യങ്ങളെ മുഴുവൻ അവരുടെ പ്രാർത്ഥിക്കാം. പ്രത്യേക ദൈവിക സമാധാനം ഈ രാവിലെ തന്നെ ദൈവാത്മാവോടെ തുറക്കേണ്ടതിനായി ഇടപെടലുകൾ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ സൈന്യം അവിടെ ഇറങ്ങുവാൻ പ്രൗഢപന ജഗത്തുരാധന പ്രൗഷപന ഘടകനം
നമുക്ക് ഈ രാജ്യങ്ങളുടെ എല്ലാം, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ രാവിലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധം കാരണമാണ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ദൈവാത്മാവിൻ്റെ ഒരു ഉണർവിൻ്റെ കാറ്റ് നമുക്ക് ആ ദേശങ്ങളിൽ കർത്താവ് അയക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ രാജ്യങ്ങളെല്ലാം അപ്പോൾ അതിനകത്ത് ഗൾഫ് രാജ്യങ്ങളും കൂടെ പെട്ടു നമുക്ക്. അതുകൊണ്ട് നമുക്ക് ദൈവാത്മാവിനാൽ നമുക്ക് ഈ രാജ്യങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനകത്ത് ഞാൻ ആ രാജ്യങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഷെയർ ചെയ്ത് കാണാമല്ലോ. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഗൂഗിൾ കാണിക്കുന്ന ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ബഹ്റിൻ, ഈജിപ്റ്റ്, ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനോൻ, ഒമാൻ, പലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, ടർക്കി, യുണൈറ്റഡ് UAE, യമൻ, ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങൾ. ഇതിൻ്റെ താഴെ ഡീറ്റെയിൽ നമുക്ക് താഴെയുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഈ രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് നമുക്കിന്ന് രാവിലെ ഇതിനകത്ത് ഇന്നലെ പ്രയാസങ്ങളുണ്ടായിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഇവിടെ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാജ്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരന്മാർ അവിടെ ഇപ്പോഴുണ്ട്, അവിടെ ഒരു പ്രയാസം ഉണ്ടാകരുത്. ഇതെല്ലാം അവിടെയുള്ള ദൈവമക്കളെ, ദൈവസഭകളെ ഒന്നുകൂടെ ഉണർത്തുവാൻ ശക്തമായ പീഡകൾ അവിടെ വരാം. ദൈവാത്മാവ് അങ്ങനെ പല നിലയിൽ ദൈവദാസന്മാരോട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഒരാൾക്കും ഒരു പ്രയാസം ഉണ്ടാകാതെ ഇവരെല്ലാം, നമ്മുടെ ആളുകളെല്ലാം ദൈവാത്മാവിനാൽ സുരക്ഷിതരായിരിക്കാൻ നമുക്ക് ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കാം. മറുഭാഗത്ത് ദൈവസഭകൾ, നമ്മുടെ ദൈവമക്കൾ അവിടെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അവർ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറാനും ഈ പ്രാർത്ഥനകൾ ഒരു വലിയ ആത്മാവിൻ്റെ ചലനമായി മാറുവാനും ആശ്രയം ദൈവത്തിൽ മാത്രമായി മാറാനും. ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ പേർഷ്യയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ കാലഘട്ടത്തിൽ എൻ്റെ അപ്പച്ചൻ്റെ അനുജനൊക്കെ ഈ പേർഷ്യയിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ള ആ കാലഘട്ടം മുതൽ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായ നന്മകൾ നമ്മുടെ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒഴുകിയ ഒരു ഭൂപ്രദേശമാണ്. ഇപ്പോഴല്ലേ, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴല്ലേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് ആരംഭിച്ചത്. അപ്പം നമ്മെ ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ട് നമ്മുടെ കേരളത്തെ ഉയർത്തുവാൻ, അല്ലെങ്കിൽ ഒരു നന്മ നമ്മുടെ രാജ്യങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രധാനമായിട്ട് ഉപകരിക്കപ്പെട്ട രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ മറ്റ് രാജ്യങ്ങൾ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കും. തുർക്കിയിലൊക്കെ ദൈവദാസന്മാർ ഇന്നലെ സംസാരിച്ചവർ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുന്ന കാര്യം ഇടപെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. സൗദി അറേബ്യയിൽ നമ്മുടെ കണ്ടമാനം സഹോദരന്മാർ അവിടെയുണ്ട്. ഇസ്രായേലിൽ നമ്മുടെ ആളുകൾ കണ്ടമാനമുണ്ട്. അപ്പോൾ ഈ ഭൂപ്രദേശങ്ങൾ മുഴുവൻ ദൈവാത്മാവിൻ്റെ കരം അനുകൂലമാകുവാൻ നമുക്ക് ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് വെളിപ്പെടാൻ, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടം വെളിപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരാൽ, നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ ഇത്രയും വില കൊടുത്ത് രാവിലെ അർദ്ധരാത്രി എഴുന്നേറ്റിരിക്കുന്നവരുണ്ട്, വെളുപ്പിന് എഴുന്നേറ്റിരിക്കുന്നവരുണ്ട്. 1 മിനിറ്റ് ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ മൈക്ക്, നിങ്ങളെ അറിയാതെ അതൊരിക്കലും ഓണാകില്ല. നിങ്ങളുടെ കൈ അവിടെ അനാവശ്യമായിട്ട് മൊബൈലിൽ ചലിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഭൂപ്രദേശങ്ങളെ മുഴുവൻ നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു വലിയ ആത്മാവിൻ്റെ ചലനം ഈ ഭൂപ്രദേശങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് അയക്കേണ്ടവൻ, ഒരു വലിയ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ തുറന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിനാൽ യേശുക്രിസ്തു
ഇവരിൽ വെളിപ്പെട്ട് വരുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. പുത്രത്വം ഒരു വ്യക്തിയിൽ വെളിപ്പെട്ട് വരുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ, തൻ്റെ സുവിശേഷം ജാതികളിൽ അറിയിക്കണതിന് പിതാവിന് എന്നിൽ പ്രസാദം തോന്നിയപ്പോൾ, അവൻ എന്നിൽ വെളിപ്പെടുത്തണതിന് പിതാവിന് പ്രസാദം തോന്നിയപ്പോൾ പൗലോസ് അറേബ്യൻ മരുഭൂമിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണർവെന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മിൽ വെളിപ്പെട്ട് വരുന്നതാണ്, പുത്രൻ നമ്മിൽ വെളിപ്പെട്ട് വരുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ, സഭകൾ, നമ്മുടെ സഹോദരിമാരുടെ പല ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ഹൗസ് ഗ്രൂപ്പുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ആ ഗ്രൂപ്പുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ പ്രാർത്ഥനകൾ ഈ ആകാശമണ്ഡലം നടക്കുന്ന യുദ്ധങ്ങളെയും ഈ യുദ്ധക്കൊതിയന്മാരായ നേതൃത്വങ്ങളെയും സ്പർശിക്കാനിടയായി തരും. നമുക്കിവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇവിടെയുള്ള ഭീകരവാദികൾ, ഈ ഭീകരവാദം, മതത്തിൻ്റെ പേര് നടക്കുന്ന വകതിരിവുകൾ, ചേരിതിരിവുകളെല്ലാം ദൈവം എടുത്തു മാറ്റി യുദ്ധങ്ങളെ ദൈവാത്മാവ് കൺട്രോൾ ചെയ്യേണ്ടതിനായിട്ടും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിനപ്പുറത്തുള്ള ഈ ഒന്നും അവിടെ സംഭവിക്കാതിരിക്കേണ്ടതിന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, DGS തിരികെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയി കാണിച്ചൊരു കാഴ്ചയാണ്. കർത്താവ് വരുന്നതിന് മുമ്പ് ഒരു ഭയങ്കര ഉണർവ് ഇവിടെ ഉണ്ടാകുമെന്ന്. ഉണർവുണ്ടാകുമെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട വലിയ ക്രൂസേഡുകളായിരിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ക്രൂസേഡുകൾ പോലെ 10,000 ലക്ഷങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ക്രൂസേഡുകൾ മാത്രമല്ല ഉണർവെന്ന് പറയുന്നത്. ഈ അവസ്ഥ വരുമ്പോൾ ഭവനങ്ങളിലിരിക്കുന്ന ജനം, ബങ്കറുകളിലേക്ക് പോകുന്ന ജനം അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയോ സുവിശേഷീകരണത്താലൊക്കെ ഇവർ കൂട്ടം കൂട്ടമായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയാം. ഇറാനിൽ ജനം കണ്ടമാനം വ്യക്തികൾ കൂട്ടമായിട്ട് ദൈവിക പ്രത്യക്ഷതയാൽ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് കണ്ടമാനം വ്യക്തികൾ കർത്താവിലേക്ക് തിരിയുന്ന ചരിത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഉണർവ് കർത്താവ് ഈ ഭൂപ്രദേശത്ത് അയക്കേണ്ടതിനായിട്ട് എല്ലാവരും ദൈവത്താലുള്ള പ്രത്യേക ധൈര്യത്തിലേക്ക് വരേണ്ടതിനായിട്ട് ഉണർവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം കേട്ടോ. ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാവോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ജനത്തിന് മേൽ ഭീതി വരുന്ന സമയം, ജനത്തിന് മേൽ ഭയം വരുന്ന സമയം, ജനം ആശങ്കരാകുന്ന സമയം, മറ്റൊന്നിലേക്കുമല്ല ക്രിസ്തുവിലേക്ക് നോക്കാം. കുത്തിവെങ്കിലേക്ക് ഇസ്രായേൽ നോക്കുന്ന സമയത്താണ് യഹോവയാം ദൈവം, അല്ല നമ്മുടെ കർത്താവ് ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി വരുന്നതെങ്കിൽ ഈ പ്രയാസം നടക്കുന്ന സമയത്ത് നാം ഒരുമിച്ച് കർത്താവിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷത കർത്താവ് ഈ സമയത്ത് അവർ നമ്മുടെ മുന്നിൽ തുറന്നു കൊടുത്തു. അവരെല്ലാം കർത്താവിൽ ഉറപ്പിക്കേണ്ടവനായിട്ട്, എല്ലാവരെയും കർത്താവ് ക്രിസ്തുവിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷ പണിയേണ്ടവനായിട്ട്, എല്ലാവരും കർത്താവിലേക്ക് തിരിയേണ്ടവനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ഒരു ഉണർവുണ്ടാകേണ്ടവനായിട്ട്, ദൈവിക ഇടപെടൽ വെളിപ്പെടേണ്ടവനായിട്ട് എല്ലാവർക്കും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചു കേട്ടോ. ഒരു വലിയ ഉണർവ് ദൈവാത്മാവ് ഈ ഭൂപ്രദേശം നയിക്കേണ്ടവനായിട്ട്, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരോടും ഭരണ മേഖല നിൽക്കുന്ന ഉന്നതന്മാരോടും ദൈവാത്മാവ് ഇടപെടേണ്ടവനായിട്ട് നമുക്ക് ഈ രാജ്യങ്ങളെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം ആ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ബഹ്റിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈജിപ്റ്റായി നമുക്ക് പ്രാർത്ഥിക്കാം, ഇറാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഇറാഖിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ബൈബിൾ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇസ്രായേലിൻ്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇസ്രായേൽ നമ്മുടെ കർത്താവിൻ്റെ ദൈവിക പദ്ധതികളുടെ മുഴുവൻ കേന്ദ്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ദാവീദിൻ്റെ നഗരമെന്ന അബ്രഹ്മനാമത്തിൽ അറിയപ്പെടുന്ന സിയോൻ പർവ്വതം, ആ പർവ്വതത്തിൻ്റെ മുകളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് വസിക്കാൻ പോകുന്നു, ഭരിക്കാൻ പോകുന്നു. ഒലിമലയിൽ നമ്മുടെ കർത്താവ് കാൽ ചൂട്ടുകയും ഗോൾഡൻ വാതിൽ തുറന്ന് നമ്മുടെ കർത്താവ് സഭയുമായി യെരൂശലേമിലേക്ക് പ്രവേശിക്കുകയും ഒലിമല കിഴക്ക് പടിഞ്ഞാറ് രണ്ടായി പിളരും കേട്ടോ കർത്താവിൻ്റെ കാൽപാദങ്ങൾ പതിയുമ്പോൾ. അങ്ങനെ അകത്ത് വരുന്ന കർത്താവും സഭയും കൂടെ ചേർന്ന് ഇസ്രായേൽ ആസ്ഥാനമാക്കി ലോകരാജ്യങ്ങളെ ഭരിക്കും. നമുക്ക് ഇസ്രായേലിൻ്റെ സമാധാനത്തിന് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുണ്ടോ എന്നറിയാനായിട്ട് ജസ്റ്റ് ഞാനൊരു മിനിറ്റ് നേരം ന്യൂസ് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോൾ ഞാൻ കണ്ട വാർത്ത ഖത്തറിൻ്റെ വ്യോമപാത തുറന്നു എന്നാണ് ഞാൻ കണ്ടത്. ഇസ്രായേലും ഇറാനും കൂടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രണ്ടുപേരും കൂടെ ആയിട്ട് നടത്തിയ മധ്യസ്ഥതയിൽ അങ്ങനെ ഒരു തീരുമാനം വന്നു എന്ന് നാം ഇപ്പോൾ ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് ഈ യുദ്ധങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ കർത്താവ് വരും എന്ന് പ്രസംഗിക്കുന്ന പ്രസംഗകരൊക്കെ ഉണ്ട്. കണ്ടമാനം ഈ ആളുകൾക്ക് അറിവ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ ഇതിനു മുമ്പ് കർത്താവ് വരുമെന്ന് പറഞ്ഞ, കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കണ്ടമാനം കാര്യങ്ങൾ കർത്താവിനെ ചെയ്യാനായിട്ടുണ്ട്.
ഈ ജനം മുഴുവൻ 800 കോടി ജനം അതിനകത്ത് ഒരു നിസ്സാര കൂട്ടം മാത്രമായിട്ട് നിത്യത്തിലേക്ക് പോവുകയും ബാക്കി ജനം മുഴുവൻ നരകത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ സംഭവിക്കില്ല എന്നാണ് ഞാൻ ദൈവം എന്നെ കാണിച്ച കാഴ്ചകളുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് എപ്പോൾ വേണം വരാം. കർത്താവിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം എപ്പോൾ വേണം കർത്താവ് വരാം. പക്ഷെ കർത്താവ് കാണിച്ചിരിക്കുന്ന കാഴ്ചകൾ പ്രകാരം കാണിച്ചതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിനാണ് പ്രാധാന്യത കേട്ടോ. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല, തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ കർത്താവ് കാണിച്ച കാഴ്ചകൾ വെച്ചുകൊണ്ട് ഒരു ഗ്യാപ്പ് കൂടെ കർത്താവിൻ്റെ വരവിനുണ്ട്, ഒരു ചെറിയൊരു കാലഘട്ടം കൂടി ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവദാസന്മാരൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് നമ്മെ എല്ലാം കർത്താവ് പണിത് പുറത്തെടുക്കണം. നമ്മളെല്ലാം ശുശ്രൂഷകൾ പുറത്തു വരണം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും, ഞാൻ കഴിഞ്ഞ ദിവസം വടക്കേന്ത്യ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, കർത്താവിനെ കുറിച്ച് അറിയാത്ത എന്തോരം ആളുകൾ വെറും അല്പം പൊരി കൊടുത്താൽ അല്ലെങ്കിൽ അല്പം എന്തെങ്കിലും ചെറിയ ഒരു ഘടകം കൊടുത്താൽ അത് ഭക്ഷിക്കാൻ വേണ്ടി വരുന്ന അത്രയും ദരിദ്രരായ ആളുകൾ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ ദൈവശക്തി വരികയും ദുരാത്മാക്കളെ ഇളകുകയും ഭൂതങ്ങൾ വിട്ടുപോവുകയും അവർ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു ചിത്രം നമ്മുടെ രാജ്യത്ത് നിന്ന് നടക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ വടക്കിൽ നിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിന് മുമ്പ് നമ്മെ എല്ലാം കർത്താവ് ശക്തിയോടെ പണമെടുക്കേണ്ടതിന് ഇപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഈ 48 കുടുംബങ്ങൾ, 48 കുടുംബങ്ങളാണ്, 48 ഡിവൈസുകളല്ല, 48 കുടുംബങ്ങളാണിത്. ഈ 48 കുടുംബങ്ങളുള്ള എല്ലാവരെയും കർത്താവ് ഇതിനകത്ത്, കർത്താവ് വരുമ്പോൾ നമുക്കങ്ങ് പോയാൽ പോരാ കേട്ടോ. യുദ്ധം വരുമ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാകാതെ, നമുക്കൊരു പ്രയാസം ഉണ്ടാകാതെ നമ്മൾ രക്ഷപ്പെട്ട് അങ്ങ് പോയാൽ പോരാ. അതിനു മുമ്പ് നമ്മുടെ എല്ലാം ദൈവം നമ്മളെ മേൽ വിളിച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിച്ചാൽ അത് ലാഭം. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരണം. ദൈവാത്മാവ് നമ്മളെല്ലാം കർത്താവിൻ്റെ വരവിന് മുമ്പ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിനകത്തിരിക്കുന്നവർ, ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്നവർ, അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ, അവിടെ അവർക്ക് കണ്ടമാനം ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഭയത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് അവരോടൊക്കെ ഇടപെടുവാനായിട്ടും സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, ദൈവിക വരങ്ങളിലൂടെ, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരോടൊക്കെ കർത്താവിനെ കുറിച്ച് പരമാവധി ആരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയും അവരൊക്കെ യേശുവിനെ അറിയുന്ന ഒരു പ്രത്യേക സീസൺ വെളിപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും, ഈ രാവിലെ വന്നിരിക്കുന്ന എല്ലാവരും, വരാതിരിക്കുന്നവരുണ്ട് പല കാരണങ്ങളാൽ, അവർ രാവിലെയുള്ള സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട്, രാത്രി ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങളാൽ ഈ മെസ്സേജ് പിന്നെ കേട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്ക് അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അല്ലാതെ പ്രാർത്ഥിക്കുന്നവർ, ഇഷ്ടപ്രകാരം സഭകൾ അവിടെയുണ്ട്. ഒരു വലിയ ശുശ്രൂഷക വൃന്ദം ഈ ലോകവ്യാപകമായി എഴുന്നേറ്റ് വരുവാൻ നിങ്ങളെല്ലാം ശുശ്രൂഷകന്മാരാകേണ്ടവരായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ചില മിനിറ്റുകൾ, 2-3 മിനിറ്റുകൾ കൂടെ, 3-4-5 മിനിറ്റുകൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. എല്ലാവരുടെ മേലുള്ള ശുശ്രൂഷ വിളി ദൈവാത്മാവ് തുറക്കേണ്ടവനായിട്ട്, എല്ലാവരും കർത്താവ് വരങ്ങളാൽ കർത്താവ് ഉപയോഗിക്കേണ്ടവനായിട്ട്, വചനത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം തുറക്കേണ്ടവനായിട്ട്. ആദ്യ ഭാഗത്ത് കർത്താവിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗത്താണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തുള്ള നിയമങ്ങൾ കാണുമ്പോൾ, ഉപദേശങ്ങൾ കാണുമ്പോൾ നാം മാനസാന്തരപ്പെട്ട് നമ്മൾ കർത്താവിലേക്ക് തിരിയാൻ തുടങ്ങും. ഇതിൻ്റെ ആദ്യ ഭാഗമാണ്. രണ്ടാം സ്റ്റെപ്പ്, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മേൽ കർത്താവ് ഇൻസ്പിറേഷനുകൾ, ദൈവാത്മാവിനാലുള്ള ദൈവിക ഇടപെടലുകൾ, രോഗവരങ്ങളായിട്ട്, ദൈവസാന്നിധ്യമായിട്ട്, ദൈവിക ഇടപെടലുകളായിട്ടൊക്കെ ദൈവാത്മ തുറക്കാൻ തുടങ്ങും. മൂന്നാം സ്റ്റെപ്പിലാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് കയറുകയും നമ്മുടെ വളർച്ചകൾ നടക്കുകയും നമ്മൾ ഒടുവിൽ ദൈവിക ശുശ്രൂഷകൾ, വിളിച്ചിരിക്കുന്ന വേല ചെയ്യുവാനായിട്ട് ദൈവത്താൽ നാം പണിയപ്പെട്ട് പുറത്തിറങ്ങുന്ന ഒരു സീസണുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. ആ മൂന്നാം സീസൺ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും വെളിപ്പെടാൻ, നിങ്ങളിൽ ആ ശുശ്രൂഷ ആരംഭിക്കേണ്ടവന്, കുടുംബങ്ങളിലകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ കിടന്ന് സൗഖ്യം നൽകേണ്ടവനായിട്ട്, വിടുതൽ നൽകേണ്ടവനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രേസ് ടീച്ചർ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളായിരിക്കുന്നവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത 3-4-5 മിനിറ്റ് സമയം എല്ലാവരും മൈക്കിൽ അൺമ്യൂട്ട് ചെയ്ത്, ഞാൻ ഇതിനകത്ത് നമ്മളെല്ലാം ദൈവം അങ്ങനെ തലം തുറക്കേണ്ടവനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? ഷാഭാനാഥന ചില മിനിറ്റുകൾ മൈക്കിലെല്ലാം അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചേരാം. കർത്താവ്, ഞങ്ങളെല്ലാം ദൈവാത്മാവിനാൽ പണിയപ്പെടുവാൻ, ഞങ്ങളെല്ലാം ദൈവിക ശുശ്രൂഷകന്മാരായി മാറ്റപ്പെടുവാൻ, ഇതിനിടയിൽ വലിയ ദൈവാത്മാവിന്റെ ചലനങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ സഹോദരന്മാർ ഈ രാജ്യങ്ങളായിരിക്കുന്നല്ലോ, അവരെല്ലാം ദൈവാത്മാവിനാൽ പ്രയോജനപ്പെടുവാൻ, എല്ലാവർക്കും ദൈവാത്മാവ് സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ കൊടുത്ത് ദൈവാത്മാവിനെല്ലാം ഉപയോഗിക്കാനായി ഞങ്ങൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സഹോദരന്മാർ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഞങ്ങളുടെ സഹോദരന്മാർ, ആയിരക്കണക്കിന് സഹോദരന്മാർ കർത്താവ് ഈ വ്യോമപാതയിലൊക്കെ യാത്ര ചെയ്യുന്നല്ലോ. എല്ലാവരും വരെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകുവാൻ, എല്ലാവരും വരെ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടുവാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു പിതാവേ, പ്രാർത്ഥിക്കുന്നു പിതാവേ, പ്രാർത്ഥിക്കുന്നു പിതാവേ, പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവിക സംരക്ഷണം, ദൈവിക നിയന്ത്രണം, ദൈവിക വളർച്ച, ദൈവിക ഇടപെടൽ. ഓ റാഫാന ഹത്തുരാധനാരക പ്രൗഢമനഗണഗണ ഞാൻ പൊതുവിൽ കുറച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിനോടുള്ള ബന്ധത്തിൽ മറ്റെന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് ചേർത്ത് പറയാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ല വ്യക്തിപരമായതുണ്ടെങ്കിൽ അതിനൊക്കെ കൂടെ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരു മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് ഓർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഓർപ്പിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ജോഷുവയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഓക്കെ, ശുഭ സിസ്റ്ററുടെ മകൻ ജോഷുവയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവൻ്റെ മേലൊരു പ്രത്യേക എൻകൗണ്ടർ ഉണ്ടായേ മതിയാകുകയുള്ളൂ. നമ്മുടെ തലമുറകൾ, ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ തലമുറകൾ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് തിരിയേണ്ടതിനായിട്ട് പ്രത്യേക ഒരു എൻകൗണ്ടർ മകൻ്റെ മേൽ കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രത്യേക പ്രാർത്ഥന വിഷയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഓരോ മിനിറ്റ് കൊണ്ട് അല്ല ഓരോ 2-3 മിനിറ്റ് അല്ല 2-3-5-6 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് പറയാൻ നമുക്ക് ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് സിസ്റ്റർ പറയുന്നത് തിരിയുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സിന്ധു സിസ്റ്ററാണ് പറഞ്ഞത്. സിസ്റ്റർ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ്. സിന്ധു സിസ്റ്റർ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ. നേരത്തെ പറഞ്ഞ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛന്റെ കിഡ്നിക്ക് ആണെങ്കിൽ പ്രോബ്ലം ആണ്. കിഡ്നി കൊമളകൾ നിറഞ്ഞിരിക്കുകയാണ്. അച്ഛന്റെ കിഡ്നിക്ക് അല്ലേ? ഓക്കെ, അതെ പാസ്റ്റർ. ക്രിയാറ്റിൻ 5 ആയിരിക്കുക പാസ്റ്റർ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സിന്ധുസയുടെ പിതാവിൻ്റെ അവസ്ഥയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായി വിടുവിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, മറ്റേതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ? തോമസ് ബാബു മകന് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ. തോമസ് ബാബുവിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. 2 മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. 2 പേരുടെയും ഭാവിക്കായി നമുക്ക് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മകൻ്റെ പ്രകൃതികൾ അവനൊരു ജോലിയിലേക്ക് പ്രവേശിപ്പാനൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ 2 പേരെയും നമുക്ക് വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, സിന്ധുദാസ് സിസ്റ്ററുടെ പിതാവ്, തോമസ് ബാബുവിൻ്റെ മക്കൾ, ശുഭ സിസ്റ്റർ മകൻ ജോഷുവ, നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പ്രാർത്ഥന വിഷയം? ലിൻഡയ്ക്ക് ഒരു സ്റ്റേ പെട്ടെന്ന് കിട്ടേണ്ടതുണ്ട് പാസ്റ്റർ. ജോലിയും ജോയിൻ ചെയ്തിട്ടില്ല, ഇപ്പൊ വേറൊരു സ്ഥലത്താണ്. എത്രയും പെട്ടെന്ന് ഒരു സ്റ്റേ കിട്ടണം. നമ്മുടെ പാസ്റ്റർ മകളാണ് ലിൻഡ മറ്റൊരു രാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ലിൻഡയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടെ ഒരു സ്റ്റേ കിട്ടുവാനായിട്ടും ഒരു ക്രമീകരണം ദൈവാത്മ തുറക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓക്കെ, 1 മിനിറ്റ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ 4 പ്രാർത്ഥന വിഷയങ്ങൾ, നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ അനേക പ്രാർത്ഥന വിഷയമുണ്ട്. നമുക്ക് ആ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് 1 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കും. 1 മിനിറ്റ് നേരം പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് 1 സെക്കൻഡ് 1 മിനിറ്റ് നേരം എല്ലാമായി കൺമുട്ടിയത് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? ശംതൽ കടകത്തിന് കർത്താവേ ഷസ്കനാദിന ഞങ്ങളിപ്പോൾ പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങളായി പ്രാർത്ഥിക്കുന്നു. നിന്റെക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, തോമസ് ബാബുവിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഷാബാനബ സിന്ധുദാസ് സിസ്റ്ററുടെ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങൾ ശുഭശിഷ്ട മകൻ ജോഷുവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലാദൽ പൗഷപന ഹദുരജന ഹദുരപന വൈശ്യപ്രൗഢപന കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ തോമസ് ബാബു ബ്രദർ കട്ടപ്പനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ അരവിന്ദനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോർജിനായി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിഷു സിസ്റ്ററായിട്ട് അന്നമാനിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 5 സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോസഫ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിറ്റി ദാനിയലിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുശീല സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുഭ തോമസ് കുടുംബത്തിനായി ഞങ്ങൾ, സുധാ തോമസ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോളി ജോസഫ് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്പിളി സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിമല സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രമീള സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ ജപ്തിക്ക്, തന്റെ ഭവനത്തിന്റെ ജപ്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ വിഷയത്തിൽ ഇടപെടണമേ കർത്താവേ. ജെസ്സി ജേക്കബ് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സജിനി സിസ്റ്റർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. വിമല സിസ്റ്റർ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാഖ റപ്പാന സിന്ധുദാസിന്റെ പിതാവിനായിട്ട് തന്റെ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജേക്കബ് അങ്കിൾ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി ഡേവിസ് സിസ്റ്റർക്കായിട്ട് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വള്ളിയമ്മ സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഗീത സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷീല ഈപ്പൻ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ടീച്ചർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുഭ വർഗീസ് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലത ഉല്ലാസ് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹേമ സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിനി എബ്രഹാം കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലില്ലി ആന്റി കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബു ബ്രദർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രചന ഫിലിപ്പ് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നി വിൽസൺ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രേസി ഡേവിഡ് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഷമ വി കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോജി സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണു സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആര്യ റോസ് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോസിനി ജോസഫ് കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോണിയ പോൾ കുടുംബത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിനി അഗസ്റ്റിൻ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലിനി സിസ്റ്ററുടെ സഹോദര പുത്രിയുടെ പ്രിയ റീബയുടെ വിവാഹത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡയാനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫെബിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീന ബാലഗോപാലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെൽഫി സിസ്റ്റർ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൂസൻ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാഖ റബഷസ്കന തൃശൂർ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. വടക്കേ ചർച്ചുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബങ്ങളെ സഭകളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുടുംബങ്ങളുടെ മേലെ എല്ലാ കർത്താവിന്റെ കരം അനുകൂലമാകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അല്പനിമിഷങ്ങൾ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. കർത്താവ് രാജ്യങ്ങളുടെ മേൽ കർത്താവ് വരുത്തുന്ന സമാധാനത്തിനായി സ്തോത്രം. കർത്താവ് അങ്ങയുടെ ഹിതമല്ലാത്ത ഒരു പ്രക്രിയയും അങ്ങയുടെ ഹിതമല്ലാത്ത ഒരു യുദ്ധവും ഒരു യുദ്ധശ്രുതികളും നടക്കരുത് കർത്താവ്. ഞങ്ങളുടെ പ്രത്യേക ഡിവൈൻ പ്രൊട്ടക്ഷൻ ഈ രാജ്യങ്ങളിൽ ഉണ്ടാകണം. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ പല ദേശങ്ങളൊക്കെ ആയിരിക്കുന്നല്ലോ. എല്ലാവരും മേലും കർത്താവിന്റെ കരമുണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് യാത്ര ചെയ്യേണ്ടവരായിട്ടുള്ളവരുണ്ട്. അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ കരുതലിന്റെ കരമുണ്ടായിരിക്കണമേ കർത്താവ്. സ്വർഗം സഹായിക്കണമേ, സൂക്ഷിക്കണമേ, സംരക്ഷിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ കരമുണ്ടായിരിക്കണം. എല്ലാവരും ക്രിസ്തുവിൽ വളരട്ടെയപ്പ. പുത്രത്വം ഇവർ റിവീലാകട്ടെ കർത്താവേ. ദൈവിക ബ്ലെസ്സിങ് ഇവരെ മേൽ തുറന്നു വരട്ടെ കർത്താവേ. ഞങ്ങൾ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ട കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബുയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സ്പർശിക്കണമേ കർത്താവേ. ശുഭവർഗ സിസ്റ്റർ മോന് വേണ്ടി ജോഷുവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ഇടപെടൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലിൻഡയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിന്ധുദാസിന്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ. അത്ഭുതകരമായ ഉറവുകളും വാതിലുകളും തുറന്നു കൊടുക്കണമേ കർത്താവേ. സകലമാന മഹത്വ സ്തുതി സ്തോത്ര ആരാധന കുഞ്ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കടവനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസ കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരുവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Amen. Shalom. 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 Shalom, Pastor.